ഹലോ, ഇത് നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റത്തെ ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇന്നൊരു ജേണലാണ് ഉണ്ടാക്കാൻ പോണത്. അതും വെറും ജേണലൊന്നുമല്ല, കുറച്ച് വെറൈറ്റി ജേണലാണ്. അപ്പം ഇനി നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. നമുക്ക് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസ് ആവശ്യമുണ്ട്. കാർഡ്ബോർഡ് ഇല്ല പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും കാർഡ് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ മേലേക്ക് ലെയർ വരുമ്പോൾ അതൊന്നും കൂടി കട്ടിയാവും. നമുക്ക് ഇതുപോലത്തെ പീസുകൾ ആവശ്യമുണ്ട്. അത് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ഒരു പഴയ തുണിയിലോട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് എക്സസ് ആയ തുണികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിയുമ്പോൾ ദാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. നമ്മളൊരു മരത്തിൻ്റെ പോലത്തെ ജേണലാണ് ഉണ്ടാക്കാൻ പോണത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കുക. നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് പേപ്പേഴ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടെക്സ്ചർ ആർട്ടൊക്കെ ചെയ്യൂലേ, അതേ പ്രോസസ്സ് തന്നെയാണ്. അത് ചെയ്യുമ്പോൾ കുറച്ച് മതി, നമ്മൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം. അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത ന്യൂസ് പേപ്പർ, നമ്മൾ എഴുതിയ പേപ്പറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുക്കാം. ഇനി ഇത്രയും ഒഴിക്കാനുള്ള ഗമ്മ നിങ്ങളുടെ കയ്യിൽ ഇല്ല പറഞ്ഞാൽ നമ്മുടെ മൈദമാവില്ലേ, അത് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. ഞാൻ അതാണ് ഇട്ടെടുത്തത്. നമുക്ക് മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. വീട്ടിൽ ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മരത്തിൻ്റെ ഒരു ടെക്സ്ചർ വരുത്താൻ വേണ്ടിയിട്ട് സ്കെയിൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഉണക്കാൻ വെക്കാം. നല്ല വെയിലുണ്ട് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പേപ്പറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എക്സാം ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ. അങ്ങനെ ഞാനതൊന്ന് രണ്ടായി മടക്കിയിട്ടൊന്ന് ക്ലിപ്പ് ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഉണങ്ങണ വരെ ആ ക്ലിപ്പ് നമുക്ക് അഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിത് ഒരാഴ്ച കൊണ്ട് തീർത്ത പണിയാണ്. കുറച്ച് മടി കൂടി ആയപ്പോഴാണ് ഒരാഴ്ച ആയത്, അല്ലെങ്കിലൊന്നും ഒരാഴ്ച വേണ്ട. ഇനി നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചില്ലേ, അതിൽ ബ്ലാക്ക്, ഗ്രീന്, ബ്രൗൺ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഒരു ജീൻസിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പേജസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറമേ കുറച്ച് പണികളുണ്ട്. അതിന് ഞാനിവിടെ ഫെവിക്രിലിന്റെ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കുറച്ച് വള്ളികൾ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇതുപോലെ ഒന്ന് തലങ്ങും വിലങ്ങും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തന്നെ പറയാം, ഞാനിത് കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക്, സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമന്റും കൂടി ചെയ്യൂട്ടാ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ലീവ്സ് ഉണ്ടാക്കണം. അങ്ങനെ അവിടെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലീവ്സ് മാത്രമല്ല, നമ്മൾ ഫ്ലവേഴ്സും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിൻറ്റേജിൻ്റെ ആൾക്കാരാണ് പറഞ്ഞാൽ കുറച്ചൊന്ന് പണിപ്പെട്ടിട്ടായാലും ഇതൊന്നും ഉണ്ടാക്കിയെടുത്തോ. സംഭവം അടിപൊളിയാണ്, പെട്ടെന്നൊന്നും കേട് വരില്ല കേട്ടത്. ഭയങ്കര കട്ടിയാണ്. ശരിക്കും നമ്മളൊരു മരത്തിൻ്റെ ഒരു പീസ് പിടിച്ചു നിൽക്കണ പോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടത്. അതിപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ ശരിക്കും അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. ഞാനതിൽ കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിലൊന്ന് കളർ ചെയ്തെടുക്കാം. ഇനി ഈ ജേണലിൽ സപ്ലൈസ് കൂടി ഉണ്ടാക്കണം പറഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. നമുക്ക് ഇതേ തീമിൽ തന്നെ നമുക്ക് സപ്ലൈസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് മരത്തിൻ്റെ മേലെ കുറച്ച് പായൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കണ പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത് ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുകൂടെ ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. അപ്പം നമ്മുടെ അടിപൊളി ജംഗിൾ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ആ മരത്തിൻ്റെ പോലെ തന്നെ ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും വലുത് വേണ്ടെങ്കിലും കുറച്ച് ചെറുതെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ട പേജസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ എത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടൊന്നും മതിയാവണേ ഇല്ല. ഇത് വീഡിയോയിൽ കാണാനെക്കാട്ടി നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.